ചേഞ്ച് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യുന്ന അല്ലേ, ഡെവലപ്മെൻറ്റേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഒരു ചേഞ്ചിലേക്ക് കൊണ്ടുവരാനായിട്ട് എന്തുകൊണ്ട് പറ്റിയിട്ടുണ്ട്? ICT പറഞ്ഞിട്ട്. ദെൻ ICT എവിടെയാണ്? ഇ കൊമേഴ്സിൽ എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് നമ്മൾ പഠിച്ചപ്പോൾ പഠിച്ചതാണ്. എങ്ങനെയാണ് നമ്മളെല്ലാ ട്രാൻസാക്ഷൻസും ഡേ ടു ഡേ നമുക്കിപ്പോൾ എന്താണ് ഒരാൾക്ക് ആവശ്യം വെച്ചാൽ ജസ്റ്റ് 1 ക്ലിക്കിൽ നമുക്ക് എന്താണ് നമ്മൾ നെക്സ്റ്റ് ഡോർ ഡെലിവറി എന്ന് പറയും. ഡോറിൻ്റെ പുറത്ത് എത്തുന്ന സിസ്റ്റത്തിലേക്ക് വരെ എന്തിൻ്റെ ഹെൽപ്പാണ് അത്? ICTൻ്റെ അല്ലേ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ടെക്നോളജീൻ്റെ ഇമ്പ്രൂവ്മെൻറ്റോട് കൂടിയാണ് നമുക്ക് ഇത്രയും ഗ്രോത്ത് ഉണ്ടായത്. അപ്പം ബാങ്കിങ്ങിലായാലും ശരി, ഇ കൊമേഴ്സിലായാലും ശരി, ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ട്രാൻസാക്ഷൻസ്, അതായത് സാധനങ്ങൾ വാങ്ങുന്നതും വിൽക്കുന്നതും, ബൈങ് ആൻഡ് സെല്ലിങ് ആസ്പെക്ട്സിലും ഒക്കെ കസ്റ്റമേഴ്സിലേക്കായാലും ഒക്കെ നമുക്ക് ഈ ICTൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കൊണ്ട് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ദെൻ ഇ ഗവേണൻസ് ഇൻ അർബൻ ഡെവലപ്മെൻറ്റ്. നമ്മൾ റൂറൽ ഡെവലപ്മെൻറ്റിൽ എങ്ങനെയാണെന്ന് നോക്കി. ഇതിനൊരു അർബൻ ഡെവലപ്മെൻറ്റിൽ ഇ ഗവേണൻസിൻ്റെ ഹെൽപ്പ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. എങ്ങനെയായിരിക്കാം? അർബൻ ഏരിയാസിൽ ട്രാൻസ്പോർട്ടേഷൻ അല്ലേ, ട്രാൻസ്പോർട്ടേഷനിൽ അതായത് നമുക്കിപ്പം അർബൻ ഏരിയാസ് പറഞ്ഞാൽ കുറച്ചുകൂടി റൂറൽ ഏരിയ പോലെയല്ല. റൂറൽ ഏരിയയിൽ നമുക്ക് അധികം അഗ്രികൾച്ചർ കാര്യങ്ങളൊക്കെ വരിക. പക്ഷേ അർബൻ ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വലിയ സിറ്റിയാണ്. അപ്പം നമുക്ക് ട്രാൻസ്പോർട്ടേഷനിൽ അതിൽ നോക്കാം. ട്രാൻസ്പോർട്ടേഷനിൽ ഒരു ICT ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് ഹെൽപ്പാണോ? തീർച്ചയായിട്ടും ആണ് അല്ലേ. ഇപ്പം നമ്മളെല്ലാവരും ഇപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മളിപ്പം ഫ്ലൈറ്റ് ബുക്കിംഗ് ആയാലും ശരി, ട്രെയിൻ ബുക്കിംഗ് ആയാലും ശരി, ബസ് ബുക്കിംഗ് ആയാലും ശരി, എന്തിലൂടെ നടത്തുന്നത്? ഇപ്പം ആരെങ്കിലും പോയിട്ട് ഉണ്ടായിരിക്കാം, എന്നാലും നമ്മൾ പോയിട്ട് ഫിസിക്കലി നേരെ പോയിട്ട് ആ സ്പോട്ടിൽ ടിക്കറ്റ് എടുത്ത് പോണ ആണോ ചെയ്യാം? അല്ല, നമ്മളിപ്പം ഓൺലൈൻ ബുക്കിംഗ് സിസ്റ്റത്തിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഇപ്പം നാളെ എവിടെയെങ്കിലും പോകണമെന്നുണ്ട്, നമ്മൾ ഇന്ന് ഇവിടെ ഇരുന്നിട്ട് നമ്മളെ ഫോണിലോ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തായാലും എന്തെങ്കിലും എയർപോർട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് നെറ്റ്വർക്ക് അല്ലേ, നെറ്റ്വർക്ക് സിസ്റ്റത്തിൻ്റെ ഹെൽപ്പോട് കൂടി നമ്മൾ വീട്ടിലിരുന്നിട്ടാണ് ട്രാൻസ്പോർട്ടേഷൻ്റെ എല്ലാ കാര്യങ്ങളും ബുക്ക് ചെയ്തെന്നും ചെക്ക് ചെയ്യുന്നതും നമ്മളെ എല്ലാം. ഇപ്പം ഈവൻ സിനിമയ്ക്ക് പോകുന്നത് പോലും ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പം ആരെയും ക്യൂ സിസ്റ്റം, പണ്ട് ക്യൂവിലുള്ളൊരു സിസ്റ്റം നമ്മൾ കണ്ടതായിരിക്കും, കുറേ ആൾക്കാർ അറിയുന്നതായിരിക്കും. ഇപ്പം അതൊക്കെ മാറി ട്രാൻസ്പോർട്ടേഷനിൽ പോലും നമ്മൾ ICT ഇംപ്ലിമെൻറ്റ് ചെയ്തതോടുകൂടി കുറച്ചുകൂടി പീപ്പിൾ ആക്സസ് കൂടി, ജനങ്ങൾ കുറച്ചുകൂടി മോർ എഫിഷ്യൻ്റ് ആൻഡ് ട്രാൻസ്പെറൻ്റ് ആയി, കൺവീനിയൻ്റ് ആയി. അങ്ങനെ ICT ഇംപ്ലിമെൻറ്റേഷൻ ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ യൂസേജ് ആയിട്ടുണ്ട് അല്ലേ. അതൊരു സ്മാർട്ട് സിറ്റി മിഷൻ തന്നെ വന്നു അല്ലേ. നമ്മൾ നോർമൽ സിറ്റീൻ്റെ ഒരു മിഷനെ ഗവൺമെൻറ്റിന് ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സ്മാർട്ട് സിറ്റി അല്ലേ. ഇപ്പം നമ്മൾ എവിടെ പോകുമ്പോൾ നമ്മളിപ്പോൾ ഓൺലൈൻ ഒരു ഫോൺ, ഒരു നെറ്റ് ഇല്ലാതെ നമുക്കിപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പം ഈവൻ എല്ലാ കാര്യങ്ങളും നമ്മളെ നെറ്റ്വർക്ക് ത്രൂ ആണ്. അപ്പോൾ ഒരു സ്മാർട്ട് എന്താ പറയുക സിറ്റി തന്നെ, അങ്ങനെ ഒരു മിഷൻ തന്നെ ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്തെടുത്തു എന്ന് പറയാം അല്ലേ. എല്ലാം എന്താണ് വിത്തിൻ ദ ഹെൽപ്പ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, അതായത് ICT, അതായത് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീൻ്റെ ഹെൽപ്പോട് കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ ഇൻഫർമേഷൻ പോളിസി റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 എന്ന് പറഞ്ഞൊരു യൂണിറ്റിൽ നമ്മൾ എന്താ നോക്കുന്നത്? നീഡ് ഫോർ റൈറ്റ് ടു ഇൻഫർമേഷൻ. ഒരു ഇൻഫർമേഷൻ്റെ ആവശ്യകത എന്തൊക്കെയാണ്? എൻഷുർ ട്രാൻസ്പെറൻറ്റ് ഗവൺമെൻറ് വിച്ച് ഈസ് അക്കൗണ്ടബിലിറ്റി അല്ലേ. ജനങ്ങളുമായിട്ടൊരു അക്കൗണ്ടബിലിറ്റി കീപ്പ് ചെയ്യാനായിട്ട്, ഒരു ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ഇൻഫർമേഷൻ്റെ, അതായത് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ ഹെൽപ്പോട് കൂടി ആവശ്യമാണ്. ദെൻ എസ്റ്റാബ്ലിഷ് 2-way ഡയലോഗ് ബിറ്റ്വീൻ സിറ്റിസൺസ് ആൻഡ് ഗവൺമെൻറ്. ഗവൺമെൻറ്റും സിറ്റിസൺസും തമ്മിലുള്ള ഒരു കുറച്ചും കൂടി എന്താ പറയുക മോർ റിലേറ്റബിൾ റിലേഷൻഷിപ്പ്, അതായത് കുറച്ചും കൂടി ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻഫർമേഷൻ സിസ്റ്റം കൊണ്ട് ഹെൽപ്പ് ആവുന്നുണ്ട്. എനേബിൾ സിറ്റിസൺസ് ടു മേക്ക് വെൽ ഇൻഫോംഡ് ഡിസിഷൻസ് എടുക്കാനായിട്ട്. ടാക്കിൾ കറപ്ഷൻസ് ഒക്കെ ടാക്കിൾ ചെയ്ത് കണ്ടുപിടിച്ചിട്ട്, അതായത് ഗവൺമെൻറ്റിലേക്കുള്ള എന്തെങ്കിലും മിസ്റ്റേക്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ടാക്കിൾ ചെയ്തിട്ട് കൺക്ലൂഷൻ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നുണ്ട്? ഈ ഇൻഫോർമേഷൻ സിസ്റ്റം വന്നതോടുകൂടി നമുക്ക് ഹെൽപ്പ് ആവുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത്. ദെൻ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? പബ്ലിക് അതോറിറ്റി അല്ലേ. പബ്ലിക്കിലേക്കുള്ളതാകുമ്പോൾ നമുക്കൊരു അതിനോടൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ഈ ഗവൺമെൻറ്റ്സിൻ്റെ സൈഡിലായാലൊക്കെ ശരി, അവർക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് ഒരു സെൽഫ് ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ്ഡ് ഓർ കോൺസ്റ്റിറ്റ്യൂട്ട് ബൈ അണ്ടർ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ. ഒരു ലോയിൽ എന്ത് ഇപ്പം ഓൺലൈനായാലും ശരി, അതിൽ പറയുന്ന കാര്യങ്ങളും അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ലോ ആൻഡ് റെഗുലേഷൻസ് ആണല്ലേ, ഒരു ലീഗൽ ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിലേക്ക്. അപ്പം ഒരു പബ്ലിക് അതോറിറ്റി ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ഇതാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആയിരിക്കുക എന്നുള്ളത്, അതൊക്കെയാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്, ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ഈ ഗവേണൻസിൽ ഉണ്ടാവേണ്ട ഒരു അതോറിറ്റിയിൽ പറയുന്നത്.
ദെൻ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഇൻഫർമേഷൻ കമ്മീഷൻസ്. എന്തൊക്കെ ഒരു ഇൻഫർമേഷൻ കമ്മീഷൻസിൻ്റെ പവർ ആൻഡ് ഫങ്ഷൻസ് ആണ് നമ്മൾ പറയുന്നത്. എന്തൊക്കെ ഉണ്ടായിരിക്കുക? റിക്വയറിംഗ് ദ ഡിസ്കറേജ് ഇൻസ്പെക്ഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ്, റിസീവിംഗ് എവിഡൻസ്, ദെൻ ഇഷ്യൂയിങ് സമ്മോൺസ്, എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് ഓഫ് ഡോക്യുമെൻറ്റ്സ്, പ്രൊവൈഡിങ് ആക്സസ് ടു ഇൻഫോർമേഷൻ ടു പെർട്ടിക്കുലർ ഫോംസ്. കുറേ പോയിന്റ്സ് ഉണ്ട്. അതായത് ഒരു ഓവറോൾ ഒരു ഗവൺമെൻറ് ഒരു എന്താ പറയുക, ഒരു ഓർഗനൈസേഷൻ്റെ ആയാലും ഒരു ഗവൺമെൻറ്റിൻ്റെ ആയാലും ഒരു പബ്ലിക്കിനോടുള്ള എല്ലാ കാര്യങ്ങളിലും അവരെന്തായിരിക്കണം, കമ്മിറ്റഡ് ആയിരിക്കുക. അതൊക്കെ ആയിരിക്കും അതിൻ്റെ റോൾ ആൻഡ് ഡ്യൂട്ടീസിൽ പറയുന്നത്. റോൾ ഓഫ് ഗവൺമെൻറ്റിൻ്റെ റോൾ എന്തൊക്കെയായിരിക്കും? അതിൽ ഡെവലപ്പ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഫോർ പബ്ലിക്, then encourage public authorities to participate, promote timely dissemination of accurate information to the public, train offers and develop the training materials, compile and disseminate the user guide for the public. അങ്ങനത്തെ കുറേ റോൾസ് ആണ് ആർക്കുള്ളത്? ഗവൺമെൻറ്റിന് ഉണ്ടാവുന്നത്. അപ്പം അത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ദെൻ ഇംപ്ലിമെൻറ്റേഷൻ ഇൻ ഗവേണൻസ് ആൻഡ് ഇഷ്യൂഡ് ആൻഡ് ചാലഞ്ചസ് അല്ലേ? എന്തൊക്കെ ഈ ഗവേണൻസിൽ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ്, ICT അതിൻ്റെ കുറച്ച് ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ് എന്തൊക്കെയായിരിക്കും? എന്തിനും ഒരു എന്താ പറയുക, മെറിറ്റ് ഉണ്ടെങ്കിൽ ഡിമെറിറ്റ്സ് ഉണ്ട്. അപ്പോൾ ചലഞ്ചസ് എന്തൊക്കെയാണ്? ഇംപ്ലിമെൻറ്റേഷൻ ഗവൺമെൻറ് ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസിൽ വിഷൻ ആൻഡ് പ്രയോറിറ്റീസ് അല്ലേ? നമ്മൾ വിഷൻ ആൻഡ് പ്രയോറിറ്റീസ് കുറച്ചും കൂടി എന്താണ്, ചലഞ്ചാണ്. എന്ന് വെച്ചാൽ എന്താണ്? We suffer from to take lack of clear visions and priorities when it comes to e-governance. അല്ലെങ്കിൽ e-governance കൂടെ നമുക്കൊരു വിഷനും നമ്മളെ പ്രയോറിറ്റീസിൻ്റെ ഒക്കെ എന്താ പറയുക, കാര്യങ്ങൾ കുറച്ച് ക്ലിയർ കുറവായിരിക്കും. എന്ന് വെച്ചാൽ നമുക്കൊരു വിഷൻ ഉണ്ടെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ആക്സസ് കുറച്ചും കൂടി കുറവായിരിക്കും. എന്തിൽ വരും? ഈ ഗവേണൻസിൻ്റെ ഇതിൽ വരുന്ന സമയത്ത്. അത് വിഷൻ ഈസ് നോട്ട് ബ്രോഡ് ആൻഡ് ഡസ് നോട്ട് ഇൻവോൾവ് ദ ഇൻട്രസ്റ്റ് ഓഫ് വാരിയസ് ഗ്രൂപ്പ്സ് ഇൻ ദ സൊസൈറ്റി അല്ലേ? ഒരു സൊസൈറ്റിയിലെ വാരിയസ് ഗ്രൂപ്പ്സിൻ്റെ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ചോ ടേസ്റ്റ് അനുസരിച്ചോ നമ്മളൊരു വിഷനിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ബ്രോഡ്, കപ്പാസിറ്റി കുറവായിരിക്കും. അതായത് നമുക്ക് ജനങ്ങളെ നമ്മൾ ത്രൂ ഇൻ്റർനെറ്റ് ത്രൂ ആണ് പീപ്പിൾസിനെ അറിയുന്നത്. അപ്പം നമുക്ക് അവർക്ക് ശരിക്കും എന്താണ് അവരൊരു എന്താ പറയുക അറ്റ് സർക്കംസ്റ്റാൻസസ് എന്താണെന്നൊക്കെ അറിയാനും നമ്മളൊരു വിഷനിലേക്ക് അവരെത്തിച്ച് വരുവാനുള്ളതൊക്കെ ഒരു ബ്രോഡ് ആസ്പെക്റ്റിൽ ചിന്തിക്കുമ്പം കുറച്ച് കുറവായിരിക്കും നമുക്കൊരു വിഷൻ അത് പ്രയോറിറ്റൈസ് ചെയ്തെടുക്കുക എന്നുള്ളത്. പിന്നെന്താണ്? റീ എഞ്ചിനീയറിംഗിൽ പറയുന്നത് എന്താണ്? ഇത് രണ്ടാമത്തെ ചലഞ്ചാണ് റീ എഞ്ചിനീയർ. അതായത് ഈ ഗവൺമെൻറ് ആപ്ലിക്കേഷൻ ഷുഡ് ബി പ്രൊസീഡ് വിത്ത് ദ റീ എഞ്ചിനീയറിംഗ് ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് ഇൻ ദ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഓർഗനൈസേഷൻ അല്ലേ? ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനെ റീ എഞ്ചിനീയർ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞത് ഒരു കാര്യം വന്നിട്ട് അതിനെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞത് ഈ ഗവേണൻസിനെ സംബന്ധിച്ച് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. വൺസ് നമ്മൾ ഡാറ്റാസും കാര്യങ്ങളൊക്കെ നമ്മൾ എൻ്റർ ചെയ്ത് പോയാൽ അത് ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന എന്തിനും കുറച്ചുകൂടി സ്മൂത്ത്നെസ്സും ഈസിനെസ്സും കൂടുതലാണ്. വീണ്ടും അതിനെ റീ എഞ്ചിനീയർ എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയുക ഡിഫിക്കൽട്ട്, ഒരു ചലഞ്ചായിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ സിറ്റിസൺ സെൻട്രഡ്നെസ്, അതായത് e-governance projects must be citizen centric. Such projects should be provided for improved service delivery, public participation, access to comparative quantitative information and improved quality of their life. Number of citizens അല്ലേ? നമ്പർ ഓഫ് സിറ്റിസൺസിലെ ലൈഫിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ അവരെ ക്വാളിറ്റി ഓഫ് ലിവിങ്ങിനെ കുറിച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് കുറച്ചും കൂടി ചലഞ്ചാണ്. എന്തിൽ? ഈ ഗവേണൻസിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ. കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിയിൽ, ലിറ്ററസിയിലൊക്കെ വരുന്ന ചാലഞ്ചസിൽ അതിലൊക്കെ വരുന്ന ചാലഞ്ചസിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഇത്രയും നോക്കിയത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് ICT, അതായത് ഈ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വന്നിട്ട് നമുക്ക് ഉണ്ടാവുന്ന റൂറൽ ഏരിയയിലും അർബൻ ഏരിയയിലും അതേപോലെ അഗ്രികൾച്ചറിലും വുമൺ എൻവയോൺമെൻറ്റ് നമ്മൾ ഓരോ എഡ്യൂക്കേഷനിലായാലും ശരി, അപ്പോൾ ഗവൺമെൻറ് ഫീൽഡിലായാലും അതിലൊക്കെ നമുക്ക് ICTൻ്റെ ഓവറോൾ നമ്മൾ എന്ത് ചലഞ്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പം അത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റേ ഉണ്ടാകുന്നുള്ളൂ. ഡെവലപ്മെൻറ്റാണ്. നമ്മൾ പറഞ്ഞില്ലേ, സ്മാർട്ട് സിറ്റീസിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ICT ഇംപ്ലിമെൻറ്റേഷൻ ഓരോ മേഖലയിൽ വരുന്നതോടുകൂടി നമുക്ക് ഹെൽപ്പ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഗവേണൻസ് എന്ന് പറഞ്ഞ സബ്ജക്ട്സിലുള്ളത്. ഇത് നല്ലൊരു തിയറി പേപ്പറാണ്, നന്നായിട്ട് റീഡ് ചെയ്യുക. അതിൻ്റെ എമർജൻസും കാര്യങ്ങളും അതിലെ ഒരു ഇയറിലെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെച്ച് നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് പോകാൻ നിങ്ങൾക്ക് പറ്റുന്നതാണ്. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ.